ഓൾ വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. അതായത് ഏത് ക്ലാസ്സിൻ്റെ നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, അതെ 2024 എഡിഷൻ. ഈ വർഷത്തെ പുതിയ പുസ്തകത്തിൻ്റെ നമ്മൾ ചാപ്റ്ററാണ് ഇപ്പോൾ പഠിക്കുന്നത്. പഴയ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനകത്തും കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മാറ്റം വരത്തില്ല. പിന്നെ കുറച്ചും കൂടെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ക്ലാസ് കേട്ടിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ, അതായത് ഒരു റിവിഷനും ആവും, അതോടൊപ്പം നമുക്ക് കൂടുതൽ അറിവ് കിട്ടും അല്ലേ. നമുക്ക് പെട്ടെന്ന് പഠിച്ചെത്തി അതിൻ്റെ ബാലൻസ് ആയിട്ട്, അതായത് കണ്ടിന്യൂഷൻ കിട്ടി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പാർട്ട് 2 പോകുന്നത്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വിന്യാസം ചാപ്റ്ററിൻ്റെ പേര് അതായിരുന്നു. അപ്പോൾ നമുക്ക് പാർട്ട് 2 കിടക്കാം. ഓക്കെ, നമ്മൾ പാർട്ട് 1 പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു? ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലേ, അധികാര വിഭജനം. 7ാം പട്ടികയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, സമവർത്തി ലിസ്റ്റ് ഉണ്ട്, അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസ്യൂഡറി പവേഴ്സ് ഉണ്ട് അല്ലേ. ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് പഠിക്കാനൊരു ഇത് വരും അല്ലേ. ഒരുപാട് അയക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ, നമ്മൾ പെട്ടെന്ന് നമുക്ക് അത്രയും പഠിച്ചെത്താനായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പാർട്ടായിട്ട് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അധികാരം വേർതിരിക്കൽ. ഇനി അടുത്ത ഒരു പോയിൻ്റാണ് എന്തെന്ന് പറഞ്ഞാൽ അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിനു മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് ആര് പറഞ്ഞാണ്? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന് 3 ഘടകങ്ങളുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ഭരണകൂടത്തിന് 3 ഘടകങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ഇവയുടെ സ്ഥാനവും അധികാരവും അത് നിർവഹിച്ചിട്ടുമുണ്ട്. അതായത് കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങളും എക്സിക്യൂട്ടീവ് എന്താണ്, ജുഡീഷ്യറി എന്താണ്, ലെജിസ്ലേച്ചർ എന്ന് അതിൻ്റെ അധികാരങ്ങളൊക്കെ അത് നിർവചിക്കുന്നുമുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അല്ലേ. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഭരണകൂടം സൃഷ്ടിക്കുക അങ്ങനെ മാത്രമല്ല അല്ലേ. അവയുടെ അധികാരം പരിമിതപ്പെടുത്തുകയും എന്നതുകൂടി ചേരുന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന് മേൽ ഒരു പരിമിതി ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. നമുക്ക് നോക്കാം. അധികാരം വേർതിരിക്കൽ നമ്മൾ പറഞ്ഞല്ലേ, ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, നിയമനിർമ്മാണ സഭയുണ്ട്, കാര്യനിർവ്വഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമുക്ക് കുറച്ചും കൂടെ പഠിക്കാം. ഓക്കെ, നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ നിരീക്ഷണം നമ്മൾ പറഞ്ഞു വെച്ചല്ലേ. അപ്പോൾ ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്, എന്തെന്ന് പറയുന്നത്? ഭരണഘടന ശില്പിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഓക്കെ, ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവ്വഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. ഇതിലൊരു പോയിന്റ് മാത്രമല്ല അല്ലേ. അതായത് നിയമനിർമ്മാണ സഭയും കാര്യനിർവ്വഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇതെല്ലാം കൂടെ ചേരണം അല്ലേ. ഏതെങ്കിലും ഒന്ന് മാത്രം കേന്ദ്രീകരിച്ചല്ല പോകുന്നത്. ഇത് 3ഉം ഉണ്ടെങ്കിലേ അല്ലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു വയ്ക്കുന്നത്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെൻ്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പാർലമെൻ്ററി ഭരണ സംവിധാനമാണല്ലോ അല്ലേ. അതായത് ഫെഡറൽ നമ്മൾ പറഞ്ഞല്ലേ, സ്റ്റേറ്റ് ഉണ്ട്, സെൻട്രൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവ്വഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് പരിശോധിക്കാം. ഓക്കെ, ആദ്യത്തേതാണ് നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്, പക്ഷേ എന്നാലും ഒരു റിവിഷനാവും. അതോടൊപ്പം നമ്മൾ കൂടുതൽ പോയിന്റ്സ് പഠിക്കുകയും ചെയ്യും. നമുക്ക് നന്നായിട്ടല്ലേ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കൊന്നും കൂടെ പറയാം. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചറാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ് എന്നാണ് അല്ലേ. ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലേ, നമ്മളെപ്പോഴും പറയുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലേ. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്, രാഷ്ട്രപതി ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു വെച്ചാണ്, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. അത് നമ്മൾ പറഞ്ഞാലേ പാർലമെൻറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത്
നിയമങ്ങൾ നിർമ്മിക്കുക. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. നമ്മൾ പറഞ്ഞല്ലേ, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. അധോസഭയുണ്ട്, അതേപോലെ തന്നെ ഉപരിസഭയുണ്ട്. അധോസഭ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ലോകസഭ അല്ലേ. ഉപരിസഭയാണ് രാജ്യസഭ. ഓക്കെ. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഇത് നമ്മൾ പറഞ്ഞു വെച്ചാലേ, സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ: എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? പാർലമെന്റിന്റെ പ്രധാന ചുമതലകളെ പറ്റിയാണ് അല്ലേ. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ: എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക. ഇതെല്ലാം എന്താണ്? പാർലമെന്റിന്റെ ചുമതലകളാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണല്ലേ. പാർലമെന്റിന്റെ 2 സഭകളായ ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രധാന വിശേഷതകൾ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പാർലമെന്റിന്റെ പ്രധാന ചുമതല പറഞ്ഞു. ഇനി നമുക്ക് ലോകസഭയും രാജ്യസഭയൊക്കെ പരിചയപ്പെടാം. പുതിയ ടെക്സ്റ്റിലെയാണ്. അപ്പോൾ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ പിക്ചറും, അതായത് ലോകസഭയുടെ പുതിയ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നിലവിലെ ഇപ്പോഴത്തെ ലോകസഭ എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, അധോ ലോകം എന്നായിരുന്നു നമ്മൾ കണക്ട് ചെയ്തല്ലേ. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ എന്നറിയപ്പെടുന്നത്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അല്ലേ, നമ്മൾ ഓരോരുത്തരും നേരിട്ട് തന്നെയാണ്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പം ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 25. ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അധോ മണ്ഡലം എന്നറിയപ്പെടുന്നു. 25 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും എന്താവാം? ലോകസഭയിലേക്ക് മത്സരിക്കാം. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മാറിപ്പോകും. 6 വർഷമാണോ 5 വർഷമാണോ? 5 വർഷം കേട്ടോ. ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 550 പേരാണ്. 550 പേര്. അതിൽ 543 ആണ് നിലവിൽ എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ളത്. നമ്മൾ പഠിച്ചായിരുന്നല്ലേ. 5, 4, 3. 5 നിന്ന് കുറച്ച് 4, 4 നിന്ന് കുറച്ച് 3. കണക്ട് ചെയ്യാൻ പറഞ്ഞാണ് 5, 4, 3 എന്നാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പം നിലവിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് 543 ആണ്. മൊത്തം അംഗബലം എന്ന് പറയുന്നത് എത്രയാണ്? 550 ആണ്. 550. ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പം രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലോട്ട് ഇലക്ഷനിലോട്ട് പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത്. എന്തൊക്കെയാണ്? ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണം നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ എന്താണ് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ, അതായത് അവർക്കൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയില്ല, ആ ഒരു അവസ്ഥയിലും പിന്നെ എന്താണ് ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അവരുടെ സഖ്യത്തിന് എന്താണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോവുക. അപ്പം എന്താണ് രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മൾ പറഞ്ഞാണല്ലേ സ്പീക്കർ. ലോകസഭ സ്പീക്കർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ലോക്സഭ പ്രസിഡന്റ് അങ്ങനെ നമ്മൾ പറയാറില്ല. എന്തെന്ന് പറയുന്നത് ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭകൾ കൂടുതൽ അധികാരമുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ മണി ബില്ല് അഥവാ ധനബില്ല് എപ്പോഴും ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പിന്നെന്താ നമുക്കൊരു റിവിഷൻ എന്നൊക്കെ പോലെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ എന്താ കറണ്ട് അഫെയർ നിലവിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞത്? ലോകസഭയ്ക്ക് എന്താണ് രാജ്യസഭകൾ കൂടുതൽ അധികാരമുണ്ട് ധനപരമായ ഇടപാടുകളിലൊക്കെ.
ഓക്കെ. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് അല്ലേ. ധനബില്ലും അവിശ്വാസ പ്രമേയമൊക്കെ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. ഓക്കെ. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത രാജ്യസഭയിലോട്ട് പോകാം. ഓക്കെ. പാർലമെൻറ്റിലെ ഉപരിസഭയാണ് രാജ്യസഭ അല്ലേ. ഉപരിസഭയാണ് ഇതെന്ന് പറയുന്നത് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഇതെന്ന് പറയുന്നത് രാജ്യസഭ എന്ന് പറയുന്നത്. ജനസംഖ്യാനുപാതികമായി എന്താണ്? സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ കൗൺസിൽ എന്നാണല്ലേ രാജ്യസഭ അറിയപ്പെടുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാം. നമ്മൾ പറഞ്ഞു ലോക്സഭയിൽ എത്രയായിരുന്നു? 25 കാലാവധി 5 വർഷമായിരുന്നു അല്ലേ. അപ്പം രാജ്യസഭയിലോട്ട് വരുമ്പോൾ ലോക്സഭ ദെൻ രാജ്യസഭയിലോട്ട് വരുമ്പോൾ എത്ര? 30 വയസ്സ് പൂർത്തിയാവണം. ഓക്കെ. നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ രാജ്യസഭ കാണിക്കുന്നുണ്ട്. പാർലമെൻറ്റ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഇതാണ് കാണിക്കുന്നത്. ഓക്കെ. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് അല്ലേ. നമുക്ക് കാലാവധി ഒന്നുമില്ല. അതായത് ലോക്സഭയിൽ 5 വർഷം കാലാവധി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ രാജ്യസഭയിലുണ്ടോ? ഇല്ല അല്ലേ. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. ഓക്കെ. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പക്ഷേ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ഇങ്ങനെ എടുത്തെടുത്ത് PSC ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്നുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതോടൊപ്പം രാജ്യസഭയുടെ കാലാവധി 6 വർഷം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അത് മാറിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. വീണ്ടും പഠിക്കണം. നമ്മൾ പിന്നെ പറഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാക്കി എല്ലാവർക്കും ഒരു കാലാവധി ഉണ്ടല്ലോ. പെട്ടെന്ന് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി പോകും. 6 വർഷം എന്ന് കാണുമ്പോൾ നമ്മൾ അറിയാതെ ടിക്കിട്ട് പോകും സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുമ്പോഴത്തേക്കും. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. പക്ഷേ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. ഓക്കെ. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു അല്ലേ. 2 വർഷം കൂടുമ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും ആൾക്കാർ വിരമിക്കും അല്ലേ. 6 വർഷം അംഗങ്ങളുടെ കാലാവധി 6 വർഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോൾ ആൾക്കാർ പോകും. അതിനനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ആ ഒരു സമയത്ത് പോകുന്ന അനുസരിച്ച് ഇലക്ഷൻ നടത്തുന്നു. അങ്ങനെ അല്ലാതെ രാജ്യസഭയ്ക്കൊരു കാലാവധി ഇല്ല. ഓക്കെ. അതൊരു സ്ഥിരം സഭയാണ്. അംഗങ്ങൾക്കാണ് കാലാവധി. അത് 6 വർഷമാണ്. ഓക്കെ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 നമ്മൾ പഠിച്ചായിരുന്നല്ലേ. 250 രാജ്യസഭയുടെ അംഗബലം എന്ന് പറയുന്നത്. അതിലെത്ര? 238 പേരെ തിരഞ്ഞെടുക്കുന്നു അല്ലേ. 238 പേരെ തിരഞ്ഞെടുക്കുകയും ഇനി ബാക്കി 12 പേരെ ബാക്കി 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും അങ്ങനെ മൊത്തം 250 പേരാണ് രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത്. ഓക്കെ. 250 238 പ്ലസ് 12 238 തിരഞ്ഞെടുക്കുന്നു. 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഓക്കെ. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന രാജ്യസഭയിലാണ്. കാരണം എന്താണ്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നതാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? ഉപരാഷ്ട്രപതി അല്ലേ. അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കുന്ന എവിടുന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് രാജ്യസഭ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. കാരണം അധ്യക്ഷനല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ലോകസഭയെക്കുറിച്ച് പറഞ്ഞു, രാജ്യസഭയെക്കുറിച്ച് പറഞ്ഞു. ഇനിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നിയമനിർമ്മാണം ഇന്ത്യയിൽ. ഇന്ത്യയിലെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. അതായത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ട അല്ലേ ആ സമയത്തുണ്ടായിരുന്ന പിന്നീട് രൂപപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. എന്തെന്ന് പറയുന്നത് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന അഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ അല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് തന്നെ എടുക്കുമ്പോൾ പല സൈഡിൽ നിന്നും അല്ലേ പല തരത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ പലതരത്തിലുള്ള ആശയങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനുമായും നിയമനിർമ്മാണം നടത്താറുണ്ട്.
രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും എന്താണ് നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വെച്ചത്? നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. അതെ, ഒരു നിയമനിർമ്മാണത്തിനായിട്ട് എന്താണ് അവിടുത്തെ മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്, അതായത് ഏത് ഇതിലേക്കുള്ള കാര്യത്തിലാണോ, അതായത് അതാത് വിഷയത്തിൽ മേൽനോട്ടം വഹിക്കുന്ന നിർദ്ദേശങ്ങൾക്കും അനുസൃതമായ ഉദ്യോഗസ്ഥരാണ് എന്തെന്ന് പറയുന്നത് ആ നിയമത്തിന് കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ എന്താണ്? വിവിധ തരമുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്, അല്ലേ? മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണല്ലോ, അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെൻറ് ബില്ലെന്ന് പറയുന്നത്. മന്ത്രി അല്ലാത്ത പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്, അല്ലേ? അതായത് പാർലമെൻറ്റിലെ അംഗമാണ്, പക്ഷേ അദ്ദേഹം എന്താണ്? മന്ത്രിയല്ല. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് അല്ലേ, സ്വകാര്യമായിരിക്കും, അല്ലേ? അപ്പം അതാണ് സ്വകാര്യ ബില്ലെന്ന് പറയുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ബില്ലും, ഇനി പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് സ്വകാര്യ ബില്ലുമാണ്. ഇതുകൂടാതെ പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ല്. നമ്മൾ പഠിച്ചല്ലേ? ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ഇതെന്ന് പറയുന്നത് ധനേതര ബില്ലെന്ന് പറയുന്നത്. ധനബില്ലല്ലാത്തതെല്ലാം ധനേതര ബില്ല്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. അതായത് എന്തെങ്കിലും ഭേദഗതി ബില്ലും പിന്നെ നോർമലായിട്ടുള്ള സാധാരണ ബില്ലുകളൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ബില്ല് നിയമമാകുന്നതിന് വിവിധ ഘട്ടങ്ങളാണ്. ഓക്കെ, ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, 1ാം വായന, 2ാം വായന, 3ാം വായന. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? 3 വായനയുണ്ട് അല്ലേ? ലോക്സഭയിൽ 3 വായനയുണ്ട്, ദെൻ രാജ്യസഭയിലുണ്ട്. ഏത് സഭയിലാണോ ആദ്യം തുടങ്ങുന്നത് അതായിരിക്കും ആദ്യത്തെ 1ാം സഭ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2ാം സഭയിലോട്ട് കൊടുക്കും. അപ്പം നമുക്ക് നോക്കാം. 1ാം വായന എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിലും ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അതായത് ധനബില്ല് നമ്മൾ പറഞ്ഞു, ധനബില്ലെന്ന് പറഞ്ഞാൽ ലോക്സഭയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ, അല്ലേ? ഏത് സഭയാവാം, ലോക്സഭയാവാം രാജ്യസഭയാവാം, അതിൽ ഏതെങ്കിലും ഒരു സഭയിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ ആയിരിക്കും 1ാം വായന അവതരിപ്പിക്കുന്നത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു സഭയിൽ മന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെൻറ്റിലെ സ്വകാര്യ അംഗമായിരിക്കും 1ാം വായന അവതരിപ്പിക്കുന്നത്. അടുത്തതാണ് 2ാം വായന. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2ാം വായനയിൽ എന്താണ്? ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. 2ാം വായനയിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി ഘട്ടം എന്നും ഇതറിയപ്പെടുന്നത്. അതായത് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? കമ്മിറ്റി ഘട്ടം എന്ന് ആണ് 2ാം വായനയുടെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഭേദഗതി ഉണ്ടോ അതൊക്കെ എന്താണ്? 2ാം വായനയിലാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, 3ാം വായന. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. 3ാം വായന എന്താണ്? ബില്ല് ഒന്നെങ്കിൽ സഭ അംഗീകരിക്കും അല്ലെങ്കിൽ സഭ നിരസിക്കും. ഓക്കെ, 1ാം വായനയുണ്ട്, 2ാം വായനയുണ്ട്, 3ാം വായനയുണ്ട്. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നതാണ് 2ാം വായന എന്ന് പറയുന്നത്. കമ്മിറ്റി ഘട്ടമെന്നും ഈ ഘട്ടം അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നു. 3ാം വായന എന്താണ്? ഒന്നെങ്കിൽ ആ ബില്ല് അംഗീകരിക്കും, അല്ലേ? അല്ലെങ്കിൽ ആ ബില്ല് നിരസിക്കും. ഓക്കെ, ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ എന്താണ്? 2ാമത്തെ സഭയിൽ, അല്ലേ? നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ലോക്സഭ അല്ല രാജ്യസഭയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് സഭയിലാണോ സ്റ്റാർട്ട് ചെയ്തത് ദെൻ അടുത്ത സഭയിലോട്ട് അത് കൊടുക്കുന്നു. അതേപോലെ തന്നെ 1ാം വായന, 2ാം വായന, 3ാം വായന ആവർത്തിക്കപ്പെടുന്നു ഇതേ ഘട്ടത്തിലൂടെ. ഓക്കെ, ഇരു സഭകളും അംഗീകരിക്കപ്പെടുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നതോടുകൂടി എന്താണ്? ബില്ല് നിയമം, അല്ലേ? രാഷ്ട്രപതി എന്താണ്? ആ ബില്ലിൽ സൈൻ ചെയ്ത് അപ്പോൾ അത് നിയമമായിട്ട് മാറും. ഓക്കെ, അടുത്താണ് ഭരണഘടനാ ഭേദഗതി. ഇവിടെ കുറച്ച് ഭേദഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് അതും പഴയ കുറച്ച് ഭേദഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. 61ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അപ്പോൾ 61ാം ഭേദഗതി എന്താണ്? 18 വയസ്സായാൽ എന്താണ്? തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാമെന്നതാണ്. ഓക്കെ, ഇനി 86ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശമായി. നമ്മൾ പഠിച്ചായിരുന്നല്ലേ? 86ാം ഭേദഗതി വഴി എന്താണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നത് മൗലികാവകാശമാക്കി മാറ്റിയല്ലേ? ഇനി 101ാം ഭേദഗതി പ്രകാരം GST നിലവിൽ വന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഭേദഗതി നമ്മളോട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണമെന്ന് വർഷം ചോദിക്കാറുണ്ട്,
അതിൻ്റെ കാരണങ്ങളും അല്ലെങ്കിൽ ഏത് നിയമമാണ് വന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. 101 ഭേദഗതി പ്രകാരം എന്താണ് GST നിലവിൽ വന്നു. 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമായി. 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാമെന്നായി. ഓക്കെ. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭേദഗതി എന്ന് പറയുന്നത് അല്ലേ. എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ തിരുത്തലോ ഒഴിവാക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭരണഘടനയിൽ വരുത്ത മാറ്റത്തിനാണ് നമ്മൾ എന്താ പറയുക ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പാർലമെൻറ്റിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് പാർലമെൻറ്റ് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ മാത്രം ഉള്ളതാണ്. ഓക്കെ. നമുക്കിപ്പോൾ സ്റ്റേറ്റിലും ചെയ്യാനോ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയൊന്നുമല്ല, പാർലമെൻറ്റിലാണ് അത് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വകുപ്പ് പ്രകാരമാണ് PYക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. 368 പ്രകാരമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്തെന്ന് പറയുന്നത് പാർലമെൻറ്റിലെ ഭേദഗതിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത്. ഓക്കെ. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭേദഗതി ബില്ലിന് എന്താണ് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി എന്താണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും അല്ലേ. സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. സോറി കേട്ടോ, ഒന്നും കൂടെ പറയാം. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി എന്താണ് സംയുക്ത സമ്മേളനമൊന്നും ഇല്ല. അല്ലാത്ത പക്ഷം എന്താണ് എന്തെങ്കിലും മറ്റു ബില്ലുകളുടെയൊക്കെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രപതിയായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. പക്ഷെ എന്താണ് ഭേദഗതി ബില്ലിന്മേൽ അങ്ങനെ ഒരു കാര്യം ഇല്ല. ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഒന്നും കൂടെ പറയാം. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം എന്താണ് ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊന്നും മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. അപ്പം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് എന്താണ് അധികാരമുണ്ട്. ഓക്കെ. അപ്പം ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്തെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ ഭേദഗതിക്കുള്ള അധികാരം നൽകുന്നത്. പാർലമെൻറ്റിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ചെയ്യുന്നുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. പിന്നെ എന്താണ് ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഭരണഘടന ഭേദഗതി ബില്ലിന് എന്താണ് ലോക്സഭയുടെ അംഗീകാരം വേണം, അതോടൊപ്പം രാജ്യസഭയുടെ അംഗീകാരം വേണം. പിന്നെ എന്താണ് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനമൊന്നും വിളിച്ച് ചേർക്കത്തില്ല. പിന്നെ പറഞ്ഞ കാര്യമാണ് ഒരു ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ എന്താണ് ജുഡീഷ്യറിക്ക് അതിന് ആ നിയമത്തെ അസാധുവാക്കാനുള്ള അധികാരം ഏറ്റെടുക്കാവുന്നതാണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ നമുക്കൊന്ന് നോക്കാം. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. അയവുള്ളതുണ്ട്, ദൃഢമായതുണ്ട്, അതിദൃഢമായതുമുണ്ട്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. എന്താണ് അയവുള്ള ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാം. ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര്, അതിര്, പൗരത്വം തുടങ്ങിയവ. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റിൻ്റെ പേര് അല്ലേ, ഇപ്പോൾ ഉദാഹരണം കേരള എന്നാക്കി മാറ്റുന്ന എന്താണ് അയവുള്ള ഭേദഗതി. അതായത് നമുക്ക് കേവല ഭൂരിപക്ഷത്തോടുകൂടി അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സംസ്ഥാനങ്ങളുടെ പേര്, അതിര്, പൗരത്വം തുടങ്ങിയവ ഒക്കെ എന്താണ് അയവുള്ള ഭേദഗതി വഴി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. ഇനി അടുത്തതാണ് ദൃഢമായ ഭേദഗതി അല്ലേ. ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ എന്താണ് ഭേദഗതി ചെയ്യണം. ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതിന് ഉദാഹരണമാണ് ഇതെന്ന് പറഞ്ഞാൽ മൗലികാവകാശം, മൗലിക മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ എന്നിവ. മൗലികാവകാശങ്ങളും മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഭേദഗതി വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലൊക്കെ കൊണ്ടുവരണം, എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അയവുള്ള ഭേദഗതി പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ദൃഢമായ ഭേദഗതി പറഞ്ഞു. ഇനി അടുത്തതാണ് അതിദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ. അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ.
ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്താണ് പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ, അതായത് പകുതിയിൽ കുറയാൻ പാടില്ല. ഇത് PYക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടേ. പകുതിയിൽ കുറയാത്ത എന്നുള്ളത് മാറ്റി നമുക്ക് പകുതിയിൽ കൂടുതൽ എന്നൊക്കെ തരുമ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരും അല്ലേ. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുസഭകളുടെയും പ്രത്യേക ഒരു രാജ്യസഭയുടെ വേണം, ലോക്സഭയുടെ വേണം. ഓക്കെ, അതോടൊപ്പം എന്താണ് പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ. ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 28 സംസ്ഥാനം ഉണ്ടല്ലോ, അതിൽ 14 സംസ്ഥാനത്തിൽ കുറയാത്ത അംഗീകാരത്തോടും കൂടി, സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ എന്താണ് ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. ഇതൊക്കെ എന്താണ് നമുക്ക് അതിദൃഢമായ ഭേദഗതിയുടെ അപ്പം ഇതൊക്കെ എന്താണ് നമുക്ക് അതിദൃഢമായ ഭേദഗതി വഴി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ തിരുത്തലോ ഭേദഗതി ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ, കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികൾ വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയ നാം പരിചയപ്പെട്ടു അല്ലേ, നമ്മൾ പറഞ്ഞല്ലേ പാർലമെന്റ് നിയമനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ. പാർലമെന്റിന്റെ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. അതായത് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം ആരുടേതാണ്? കാര്യനിർവഹണ വിഭാഗത്തിൻ്റെതാണ്. ഓക്കെ, കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയാണ്. ഇനി നമ്മൾ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പോൾ നമ്മളിനി എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നു, അതോടൊപ്പം ഭരണനിർവഹണം എന്നീ ചുമതലകളും നിർവഹിക്കുന്നു. അങ്ങനെ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് ഇതെന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നവരാരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്, പ്രധാനമന്ത്രി അല്ല കേട്ടോ, രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന് അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് പക്ഷേ അത് നിർവഹിക്കപ്പെടുന്ന ആരിലൂടെയാണ്? പ്രധാനമന്ത്രിയിലൂടെയാണ്. നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണെങ്കിലും ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയും അതോടൊപ്പം മന്ത്രിസഭയിലൂടെയാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ അത് നിർവഹിക്കപ്പെടുന്നത്, ആ കാര്യനിർവഹണത്തിന്റെ അധികാരങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് ആരിലൂടെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് നമ്മൾ പറഞ്ഞല്ലേ, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് പെടുന്നവരാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. ഇവർ കാലാകാലങ്ങളിൽ ഓരോ ആൾക്കാരാണോ? അല്ല അല്ലേ, ഓരോ 5 വർഷം അല്ലെങ്കിൽ ഓരോ ഇലക്ഷൻ വഴിയിട്ട് അവർക്ക് മാറാം അല്ലേ, മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? അവരെന്ന് പറയുന്നത് മാറില്ല, അവരൊരു നിശ്ചിത കാലയളവ് വരെ എന്തായിരിക്കും, അവർ തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്. ഇതിലൂടെയൊക്കെ തിരഞ്ഞെടുത്ത് വരുന്നവരാണ് ആരൊക്കെയെന്ന് പറയുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത്. ആരൊക്കെയുണ്ട്? ഉദ്യോഗസ്ഥർ ബന്ധം സ്ഥിര എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇതിൽ നിന്നൊക്കെ വരുന്നവരാണ്. ഓക്കെ, അടുത്ത രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൻ്റെ 2 തലം വീണ്ടും തന്നിട്ടുണ്ട്. നാമമാത്ര എക്സിക്യൂട്ടീവ് ഉണ്ട്, യഥാർത്ഥ എക്സിക്യൂട്ടീവ്. നമ്മൾ പറഞ്ഞല്ലേ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തം, പക്ഷേ അത് യഥാർത്ഥത്തിൽ അത് നിർവഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയുമാണ്. ഓക്കെ, അപ്പം കാര്യനിർവഹണ വിഭാഗത്തെ ഒന്ന് ചെറിയ ഇതായിട്ട് ഫ്ലോ ചാർട്ട് വഴി അവർ കാണിച്ചേക്കുന്നതാണ്. ഓക്കെ, നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അടുത്തതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. നമ്മളിനി പറയാൻ പോകുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്, പിന്നെ എന്താണ് സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഉണ്ട്, പിന്നെ മന്ത്രിസഭയുണ്ട്. ഓക്കെ, ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ.
ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് തലവൻ അല്ലേ. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന് തലവൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കാൻ. പക്ഷേ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ നാമമാത്രമാണല്ലേ. അപ്പം അദ്ദേഹത്തിന് അധികാരം എന്ന് പറഞ്ഞാൽ നാമമാത്രമാണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചാണ് ആരെന്ന് പറയുന്നത്, രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലേ. രാഷ്ട്രപതിക്കാണ് എന്തെന്ന് പറയാൻ വിവേചനാധികാരം ഉള്ളതല്ലേ. ഓക്കെ, അങ്ങനെ പ്രവർത്തിക്കാൻ എന്താണ്, അദ്ദേഹത്തിന് അനുവാദമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം പറഞ്ഞു. നമുക്ക് രാഷ്ട്രപതിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ആരെന്ന് പറയുന്നത്, രാഷ്ട്രപതി എന്ന് പറയുന്നത്. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത. ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ എത്ര പ്രായം ചോദിച്ചിട്ടുണ്ട്, എത്ര വയസ്സ്, 35 വയസ്സാണ്. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് എന്താണ്, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഓക്കെ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും, പിന്നെ എന്താണ് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രപതിനെ എന്താണ് തിരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, രാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഇതിൽ പെടുന്ന ഇലക്ട്രൽ കോളേജിൽ പെടുന്നവരെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ്. അത് എവിടെ നിന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് ഇരുസഭ, ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, പിന്നെ എന്താണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഇവരിലെ നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ രാഷ്ട്രപതിയുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്, 5 വർഷമാണ്. ഒന്നും കൂടെ പറയാം, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം, പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത്, രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ഉപരാഷ്ട്രപതിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ആർക്കാണ് കൊടുക്കുന്നത്, ഉപരാഷ്ട്രപതിക്ക്. ഓക്കെ, രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ഉപരാഷ്ട്രപതിക്ക്. ഉപരാഷ്ട്രപതിയാണ് ആർക്ക് കൊടുക്കുന്നത്, തിരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കൊടുക്കുന്നത്, അതായത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക്, ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്ക്. ഓക്കെ, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് എന്തെന്ന് പറയുന്നത്, രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത്. രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് എന്താണ്, ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നു. ഓക്കെ, അടുത്താണ് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. എന്തൊക്കെയാണ്, രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി എന്താണ്, ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും അതോടൊപ്പം മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അല്ലേ, ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കണ്ടാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലും ക്യാബിനറ്റ് അംഗങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രി അല്ലേ, നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, മന്ത്രിസഭയെ രൂപീകരിക്കുന്ന മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്, പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും എന്താണ് അംഗങ്ങളെ ഉൾപ്പെടുത്താനൊക്കെയുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്, പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി. ഇത് ഇതേപോലെ ചോദിച്ചിട്ടുണ്ടേ, രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതി, ദെൻ മന്ത്രിസഭ, പാർലമെൻറ്റ്. ഓക്കെ, ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്, പ്രധാനമന്ത്രിയാണ്. ഓക്കെ, 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. 5 വർഷം മുൻപ് എന്താണ്, അവരുടെ ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചിട്ട് പദവി ഒഴിഞ്ഞു പോകണം. ഓക്കെ, 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനി അടുത്തതാണ് മന്ത്രിസഭയുടെ ചുമതലകൾ അല്ലേ. നമ്മൾ പറയാൻ പോകുന്നത് മന്ത്രിസഭയുടെ ചുമതലകളെ പറ്റിയാണ്. ഓക്കെ. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? മന്ത്രിസഭയുടെ ചുമതലകളാണ് അല്ലേ. നമ്മൾ പറഞ്ഞു മന്ത്രിസഭയുടെ ചുമതലകളാണ്. ഒന്നും കൂടെ പറയാം. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ എന്താണ്? ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? മന്ത്രിസഭയുടെ ചുമതലകളാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിര കാര്യനിർവഹണ വിഭാഗമാണ്. നമ്മൾ പറഞ്ഞല്ലേ, സ്ഥിര കാര്യനിർവഹണ വിഭാഗം. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഒന്നും കൂടെ പറയാം. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലേ, ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഓരോ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നു അല്ലേ. ആരിലൂടെയാണ്? ബ്യൂറോക്രസിയിലൂടെയാണ് അല്ലേ. ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ എന്താണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നു. അതും എന്തെന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയുടെ ചുമതലയാണ്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത് അല്ലേ. കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നവരെന്ന് പറയുന്നത് മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത്. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായകയാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് 5 വർഷം 6 വർഷമല്ല, അതായത് അവർക്ക് റിട്ടയർമെൻറ്റ് കാലം വരെ എന്താണ്? അവർക്ക് അവിടെ ജോലി ചെയ്യാം. അവർ സ്ഥിര അംഗങ്ങളാണ്. ഓക്കെ. നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി നമ്മൾ പറയാൻ പോകുന്നതാണ്. നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. ഓക്കെ. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് നീതിന്യായ വിഭാഗം അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഓരോ ഘട്ടം കാര്യങ്ങൾ എന്താണ്? കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനയുടെ അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതോടൊപ്പം എന്താണ്? ഭരണഘടനാ മൂല്യങ്ങളും എന്താണ്? സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുന്നത്. നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എന്താണ്? സ്വതന്ത്രമായിട്ടും അതേപോലെ തന്നെ നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. ഓക്കെ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി, അതായത് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന കോടതിയാണ് ഇതെന്ന് പറയുന്നത് സുപ്രീം കോടതി അല്ലേ. ഇനി സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ എന്താണ്? ഹൈക്കോടതിയാണ് ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത്. നോക്കൂ അമ്മു, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥകളിൽ മുകളിലേക്ക് പോകുന്നതോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. ഇനി താഴേക്ക് വരുമ്പോൾ എന്താണ്? കോടതികളുടെ എണ്ണം കൂടും അല്ലേ. സുപ്രീം കോടതി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടുണ്ടോ? ഇല്ല അല്ലേ, ഒരെണ്ണം ഉള്ളൂ അല്ലേ. പിന്നെ എല്ലാ സ്റ്റേറ്റിലും അതായത് ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി അല്ലേ, എല്ലാം ഓരോന്നുള്ളൂ. ഇനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ജില്ലാ കോടതി ഓരോ ജില്ലയിലും ഉണ്ടല്ലേ. പിന്നെ കീഴ്ക്കോടതി, മുനിസിപ്പൽ, സിവിൽ, അങ്ങനെ വരും, മജിസ്ട്രേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല കോടതികൾ. അപ്പം താഴേക്ക് വരുന്നതനുസരിച്ച് കോടതികളുടെ എണ്ണം കൂടും. പക്ഷേ മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? കോടതികളുടെ എണ്ണം കുറയുന്നു. അതോടൊപ്പം താഴേക്ക് വരുമ്പോൾ അവരുടെ അധികാരങ്ങൾ കുറയുന്നുണ്ട്. പക്ഷേ മുകളിലോട്ട് സുപ്രീം കോടതിയിലോട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അധികാരമുള്ള സുപ്രീം കോടതിക്കാണല്ലേ. അപ്പം അങ്ങനെ ഓക്കെ, അത് കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മളിനി പറയാൻ പോകുന്നതാണ് സുപ്രീം കോടതി. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് 1950 ജനുവരി 28. 28 26 28. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ജനുവരി 28. 1950 ജനുവരി 28 എന്തെന്ന് പറയുന്നത് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത്. ഓക്കെ. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ന്യൂഡൽഹി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അതായത് അതിന് മുന്നേ എന്താണ്? 65 വയസ്സാണ് കാലാവധി എന്ന് നമ്മൾ പറഞ്ഞത്. അതിനുള്ളിൽ അവരെ നീക്കം ചെയ്യണമെങ്കിൽ എന്താണ്? പാർലമെൻറ്റാണ് അത് നീക്കം ചെയ്യുന്നത്. ഓക്കെ. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്കാണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലേ, രാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരെന്താണ്? സത്യപ്രതിജ്ഞ ചെയ്യുന്നു അല്ലേ. അവർ അധികാരത്തിലേറുന്നതും അതേപോലെ തന്നെ രാജി സമർപ്പിച്ച് പോകുന്നതൊക്കെ എന്താണ്? രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്.
വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായി നിലകൊള്ളും. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത് സുപ്രീം കോടതി അല്ലേ. മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ എന്താണ്, നമുക്ക് സുപ്രീം കോടതിയിലും പോവാം, അതോടൊപ്പം നമുക്ക് ഹൈക്കോടതിയിലും പോയി നമുക്ക് നമ്മുടെ ഇത് പറയാം അല്ലേ. ഓക്കെ, സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന അധികാരങ്ങളാണ്. ഓക്കെ, ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരികളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അതായത് സെൻട്രൽ ഗവൺമെൻറ് അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കങ്ങളൊക്കെ വന്നു അല്ലേ, അപ്പം എന്താണ്, നമുക്ക് അവിടെ ഇവിടെയും രണ്ടിടത്തും ഉള്ളതുകൊണ്ട് എന്താണ്, സുപ്രീം കോടതിയിലാണ് ആ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് നമുക്ക് പറയാം. അടുത്ത അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, രണ്ടാമത്തെ പോയിന്റാണ്. അത് നമ്മൾ പറഞ്ഞു ഉത്ഭവാധികാരമാണ്. ഇനി അടുത്താണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. ഓക്കെ, സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. ഇത് ചോദിച്ചിട്ടുണ്ടേ, എക്സൈസിൻ്റെ ആണോ CPL അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത്, അപ്പീൽ കോടതി. ഓക്കെ, സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാൻ എന്താണ്, സുപ്രീം കോടതിക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. അടുത്താണ് ഉപദേശക അധികാരം. അടുത്ത നമ്മൾ പറയുന്നതാണ് ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ ആർക്കാണ്, സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ഓക്കെ, അടുത്താണ് റിട്ട് അധികാരം. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ സുപ്രീം കോടതിയിൽ അടുത്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോകാമെന്ന് പറഞ്ഞു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആർക്കൊക്കെ അധികാരമുണ്ട്, സുപ്രീം കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. ഓക്കെ, റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആർക്കാണ്, സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പുനരവലോകന അധികാരം. അടുത്താണ് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്ന അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. ഒന്നും കൂടെ പറയാം, ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നീതിന്യായ പുനരവലോകനം, ജുഡീഷ്യൽ റിവ്യൂ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലേ, നമ്മൾ പറഞ്ഞു നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത് പാർലമെൻറ്റാണ് അല്ലേ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ. അതോടൊപ്പം എന്താണ്, കാര്യനിർവഹണ വിഭാഗം എന്താണ് ചെയ്യുന്നത്, അവർ ഓരോ ഉത്തരവുകളൊക്കെ അവർ പുറപ്പെടുവിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഭരണഘടനാ സാധുത പരിശോധിക്കും. അതിൻ്റെയൊക്കെ എന്താണ്, ഭരണഘടനയിലുള്ള സാധുത പരിശോധിച്ചിട്ട് അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായി ഇൻ കേസ് അത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിക്ക് തോന്നിയാൽ എന്താണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനും അതോടൊപ്പം സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണെന്ന് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്താണ് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും, ചെക്സ് ആൻഡ് ബാലൻസസ്. പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനം. ഇതുണ്ടോ, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് തീർന്നിട്ടില്ല, നമുക്ക് ഇത്രയും ലെങ്ത് ആയതുകൊണ്ടാണ് എന്താണെന്ന് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്ത് ആദ്യത്തെ പാർട്ട് ഇട്ടിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക, അതിനുശേഷം ഇത് കാണാൻ ശ്രമിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഓക്കെ, ഭരണഘടനാപരമായി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണല്ലേ. ഫസ്റ്റ് നമുക്ക് നോക്കാം, ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെൻറ്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് സാധിക്കും. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെൻറ്റ് പോലെയുള്ള ജുഡീഷ്യറിയെ നിയന്ത്രിക്കാനും പാർലമെൻറ്റിന് സാധിക്കും. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിനും പാർലമെൻറ്റിനെ ജുഡീഷ്യറിയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. എന്താണ് പറഞ്ഞത്, ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം,
സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെ ജുഡീഷ്യറിയെ ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. അടുത്താണ് നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. ജുഡീഷ്യറിക്ക് എന്താണ്? പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യപരമെന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചല്ലേ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. ഓക്കെ. അങ്ങനെ ഒരു സമ്മറിയും കൂടെ പറഞ്ഞിട്ട് എന്താണ് ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ബാലൻസ് ആയിട്ട് നമ്മൾ ചെയ്ത ക്ലാസ്സാണ്. ഇച്ചിരി ലെങ്ത് ഉണ്ട്. അതായത് ഇത്രയും ഒരു 1.5 അത്രയും സമയമൊക്കെ എടുക്കുമ്പോൾ, അത്രയും അവറൊക്കെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പാടാം. കേട്ട് നമ്മൾ അത്രയും പോയിന്റ്സ് നമ്മൾ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, ക്ലിയറായി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.